ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടന്നു. ഇനി അങ്ങോട്ടും അതുപോലൊക്കെ തന്നെ നടക്കണം. ഈ ഡിസ്ട്രിക്റ്റിൽ ഇനി ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാൻ പാടില്ല. എന്തിനാ ഹലോ ആ അരുണ, ആ ശാലിനി പറഞ്ഞോ. താൻ നേരത്തെ വിളിച്ചപ്പോ ഞാനൊരു മീറ്റിംഗിലായിരുന്നു. ഫോൺ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. തന്നെ ഒന്ന് കാണാൻ പറ്റുമോ? എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ നേരിട്ട് പറയാനുണ്ടായിരുന്നു. കാണാലോ. എവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി. ഹൈവേക്ക് സമീപമുള്ള ഗാർഗീസ് കിച്ചൺ അറിയില്ലേ? അവിടേക്കൊന്ന് വരാമോ? സമയം ഞാൻ ടെക്സ്റ്റ് ചെയ്തേക്കാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. എന്റെ ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിക്കോളാം. ശരി. മൂർത്തി, ഞാൻ കാർ എടുക്കുവേ. താൻ എടുക്കടോ. ഇനി ഞാൻ എന്റെ മോളുമായി പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ഞങ്ങൾ അച്ഛന്റെയും മോളുടെയും ലോകമാണ് ഇനി വീട്, കേട്ടോ? നന്ദനെ, നിന്നോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞാൽ വരണം. ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലേ? വരില്ല വരില്ല വരില്ല. അമ്മ ഇനി എന്നെ നിർബന്ധിക്കണ്ട. അവള് വരുന്നില്ലെങ്കിൽ വരണ്ട. നീ പൊയ്ക്കോ ദുർഗേ. ഇത് അവളുടെ കൂടെ വീടല്ലേ, അവൾ ഇവിടെ നിക്കട്ടെ. മൂർത്തി, വാ നോക്കാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? എനിക്ക് ഇവളുടെ അടുത്ത് ഒരു അധികാരമില്ലേ. ഞാനേ ഇവളുടെ അമ്മയാ. എന്താ എന്താ ചേച്ചി, എന്താ ഇവിടെ പ്രശ്നം? ബഹളം അങ്ങ് പുറത്തു കേൾക്കാമല്ലോ. വാവേ, അതൊക്കെ പറയാങ്ങളേ. അതിനു മുൻപേ ഞാൻ കുഞ്ഞിനെ ഒന്ന് എടുക്കട്ടെ. വാവേ, ആഹാ സുന്ദരി പെണ്ണാണല്ലോ. വാവേ, അതെ ഞാൻ നിന്റെ ചേച്ചിയാ. ചേച്ചി വല്ലതും മനസ്സിലാവുന്നുണ്ടോ? നന്ദനെ, പറഞ്ഞ കേക്ക്. ഇത് നിന്റെ വീടല്ല. നീ മോളെ എങ്ങോ കൊടുത്തേ. നീ വെക്കേഷന് വരുമ്പോ നിക്കേണ്ടത് എന്റെ കൂടെയാ. അതെ, എന്താ ചേച്ചിയുടെ പ്രശ്നം? അങ്ങളെ, ആരെങ്കിലും പട്ടാള ചിട്ടയോടെ ജീവിക്കുന്ന വീട്ടിലേക്ക് കയറി ചെല്ലോ. ഇരിക്കാൻ പാടില്ല, നിൽക്കാൻ പാടില്ല, TV നോക്കാൻ പാടില്ല. എല്ലാത്തിനും ഒരു നിയന്ത്രണങ്ങളാ. ടൈം ടേബിൾ വെച്ചോണ്ടുള്ള ഒരു ജീവിതം എനിക്കതൊന്നും പറ്റത്തില്ല. ചേച്ചി, അവൾ 1-2 ദിവസം ഇവിടെ നിന്നോട്ടെ. വെക്കേഷൻ കഴിഞ്ഞ് പോകുന്നതിന് ബാക്കിയുള്ള സമയം അവള് ചേച്ചിയുടെ കൂടെ വന്ന് നിന്നിട്ടേ പോവൂ, അല്ലേ മോളെ? ആ പിന്നെ അത് ഞാൻ അവളോട് പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം, പോരെ? അവരുടെ സന്തോഷമല്ലേ ചേച്ചി നമ്മൾ നോക്കേണ്ടത്. അവർക്ക് ചിലപ്പോ ഇവിടെ നിൽക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോ എന്റെ ഇഷ്ടത്തിന് ഇവിടെ യാതൊരു വിലയില്ലേ? എത്ര നാൾ കൂടിയിട്ടാ അവളൊന്ന് വന്നത്? എനിക്കും ഇവളെ കാണാനും ഇവളോടൊപ്പം നിൽക്കാനും ആഗ്രഹം ഉണ്ടാവില്ലേ? ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവൾക്ക് മുന്നിൽ കാണിക്കണം. ഈ സ്നേഹമൊന്നും മനസ്സിൽ വെച്ചോണ്ട് നടന്നാലൊന്നും ആരും അറിയാൻ പോകുന്നില്ല. അത് പ്രകടിപ്പിക്കണം. എന്നാലേ മറ്റുള്ളവരത് മനസ്സിലാക്കി അത് തിരിച്ചു തരത്തുള്ളൂ. അതെ, നിങ്ങൾ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ മക്കളെ. അവരമ്മയും മോളും കൂടെ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തട്ടെ. കുറെ നേരമായി തുടങ്ങിയ യുദ്ധമല്ലേ. ഞങ്ങൾ പോയി ചായയൊക്കെ റെഡിയാക്കി വരാം. രണ്ടുപേരും കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്ത. എന്നിട്ട് സമാധാനത്തിൽ പോയാ മതി. വാ അമ്മേ. നീങ്ങി വന്നേ, പറയട്ടെ. വാ.
ഹോ, അവളുടെ ഒരു കാര്യം. താൻ പിടിച്ച മുയലിന് 3 കൊമ്പ്. ഇവളുടെ സ്വഭാവം ഒരിക്കലും മാറാൻ പോകുന്നില്ല. ആ അച്ഛാ, ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറട്ടെ. ഉം. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടന്നു. ഇനി അങ്ങോട്ടും അതുപോലൊക്കെ തന്നെ നടക്കണം. ഇത് ആ കൊച്ചിന്റെ പാലിൽ ചേർക്കണം. അമ്മേ അത് വേണോ? അത് വേണം മോളെ, അല്ലെങ്കിൽ ഈ കാണുന്ന സ്വത്ത് മുഴുവനും ഈ വന്നു കയറിയ അനാഥ കൊച്ചു കൊണ്ടുപോകും. ഇതൊക്കെ നീ അനുഭവിക്കേണ്ടതാ, നീ മാത്രം. ദാ, പിടിക്ക്. അല്ല, നീ എന്താ ഈ ആലോചിക്കുന്നേ? ഈ കുഞ്ഞു കുട്ടികൾക്ക് കണ്ണം പഴത്തിന്റെ പൊടി കൊണ്ട് കുറുക്കുണ്ടാക്കി കൊടുത്താ അത് നല്ലതാന്ന് പറയുന്നു. ശരിയാണോ ആന്റി? അതെന്താ നീ ഇപ്പൊ ചോദിക്കാൻ കാര്യം? അല്ല, മുലപ്പാല് കുടിക്കേണ്ട പ്രായത്തില് അത് കിട്ടാതെ വന്നാ ഇങ്ങനെയുള്ള കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താ കുട്ടികളുടെ വിശപ്പ് മാറുമെന്ന് അറിയാനാ. ആ, അതൊക്കെ മാറും. എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടിക്കൊണ്ടല്ലോ ഇവിടെ എല്ലാരും വളരുന്നത്. വാകേറിയ ദൈവം ഇരയും കൊടുക്കുമെന്ന പഴഞ്ചൊല്ലി നീ കേട്ടിട്ടില്ലേ? അതൊക്കെ വേണ്ടതുപോലെ സമയത്ത് കിട്ടേണ്ടതൊക്കെ കിട്ടും. പിന്നെ ഇതൊന്നും നമ്മൾ തീരുമാനിക്കുന്നതല്ലല്ലോ, ആണോ? നീ എന്റെ അടുത്ത് എത്തിപ്പെടുമെന്നും നമ്മൾ ഒരുമിച്ച് കടയിലേക്കുള്ള പച്ചക്കറികൾ വാങ്ങി നടക്കുമെന്നും നീയോ ഞാനോ മുൻകൂട്ടി അറിഞ്ഞതൊന്നും അല്ലല്ലോ. അതൊക്കെ സംഭവിക്കുന്നതല്ലേ, മനസ്സിലായോ നിനക്ക്? അതുപോലെ തന്നെയാ എല്ലാം അതിൻ്റെതായ മുറയ്ക്ക് തന്നെ സംഭവിച്ചോളും. നമ്മൾ അതിൻ്റെ ഒപ്പം ഒന്ന് നിന്നു കൊടുത്താൽ മാത്രം മതി. നീ ഈ ചിന്തിച്ചു കൂട്ടുന്നതൊക്കെ കുഞ്ഞിനെ ഓർത്തിട്ടാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയും അതിനെ ഇപ്പോൾ സ്നേഹത്തോടെ കൊഞ്ചിക്കുന്നുണ്ടാവും. സമയമാകുമ്പോ നിന്റെ അടുത്ത് എത്തിക്കുകയും ചെയ്യും. ആ, നീ ഇവിടെ നിൽക്ക്, ഞാൻ ആ സുമതിയോട് കാശ് വാങ്ങിച്ചിട്ട് വരാം. സുമതി.